പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് 6th സ്റ്റാൻഡേർഡിലെ വോളിയം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 70 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ഇന്നർ സൈഡ് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ് ആർ ഓഫ് ലെങ്ത് 4 centimeters. What is its capacity? How many cubes of side 2 centimeters can be stacked inside it? ഒരു ക്യൂബിക്കൽ ബോക്സിന്റെ ഇന്നർ ലെങ്ത് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. ഇന്നർ സൈഡ്സിന്റെ ലെങ്ത്, ഇപ്പോൾ ക്യൂബിക്കൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം എന്ത് തന്നെയാണ്? 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി, അതായത് ആ ടാങ്കിനകത്ത് ഉൾക്കൊള്ളുന്ന വസ്തു എന്താണോ അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ എന്ത് വസ്തുവാണെങ്കിലും അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 2 centimeters ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻസൈഡ് ഇറ്റ്? 2 സെന്റിമീറ്റർ വശമുള്ള കുറേ ക്യൂബുകൾ അതിൻ്റെ ഉള്ളിൽ അടുക്കി വെച്ചാൽ എത്ര എണ്ണം അതിനകത്ത് നമുക്ക് അടുക്കി വെക്കാൻ സാധിക്കും? ഇവിടെ ഇന്നർ ലെങ്ത് 4 സെന്റിമീറ്റർ, ഇന്നർ ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ, ഇന്നർ ഹൈറ്റ് 4 സെന്റിമീറ്റർ. ദെൻ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ ഇൻറ്റു 4 സെന്റിമീറ്റർ ഇൻറ്റു 4 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 64 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി വോളിയം ഓഫ് സ്മോൾ ക്യൂബ്സ്, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ സൈഡ് എത്രയാണ്? 2 സെന്റിമീറ്റർ വെച്ചാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂബിൻ്റെ വോളിയം 2 ഇൻറ്റു 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2s are 4 2s are 8 സെന്റിമീറ്റർ ക്യൂബ്. 8 സെന്റിമീറ്റർ ക്യൂബ്. Then number of small cubes that can be stacked inside the cubical box. ആ ബോക്സിനകത്ത്, ഈ വലിയ ബോക്സിനകത്ത് 8 സെന്റിമീറ്റർ ക്യൂബ് അളവിലുള്ള എത്ര ചെറിയ ക്യൂബ്സ് നമുക്ക് അടുക്കി വെക്കാം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? 64 സെന്റിമീറ്റർ ക്യൂബിനെ 8 സെന്റിമീറ്റർ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോക്സ് എത്രയാണ്? 8 നമ്പേഴ്സ് കേട്ടോ. 8 എണ്ണം നമുക്ക് അതിനകത്തേക്ക് അടുക്കി വയ്ക്കാം. രണ്ടാമത്തെ ചോദ്യം, ദ ഇന്നർ സൈഡ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക് ആർ 70 സെന്റിമീറ്റേഴ്സ്, 80 സെന്റിമീറ്റേഴ്സ്, 90 സെന്റിമീറ്റേഴ്സ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? എല്ലാ അളവുകളും നമുക്ക് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? സെന്റിമീറ്റർ ക്യൂബിൽ വോളിയം കണ്ടെത്തിയതിന് ശേഷം അതിനെ നമുക്ക് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, ഇന്നർ ലെങ്ത് 70 സെന്റിമീറ്റർ, ഇന്നർ ബ്രെഡ്ത്ത് 80 സെന്റിമീറ്റർ, ഇന്നർ ഹൈറ്റ് 90 സെന്റിമീറ്റർ. ദെൻ വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ ഇൻറ്റു 80 സെന്റിമീറ്റർ ഇൻറ്റു 90 സെന്റിമീറ്റർ. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 8s are 56 ഇൻറ്റു 9 504. ഈ വരുന്ന സീറോസ് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. സോ ഇത്രയും സെന്റിമീറ്റർ ക്യൂബാണ്. 5,04,000 സെന്റിമീറ്റർ ക്യൂബാണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി ഇതിന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മൾ ഇതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 504,000 ഡിവൈഡഡ് ബൈ 1000. അത്രയും ലിറ്റർ വരും. അപ്പോൾ ഇത് 1000 കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് ഈ സീറോസ് കട്ട് ചെയ്താൽ മതി. സോ 504 ലിറ്റർ. അത്രയുമാണ് അതിനകത്ത് കൊള്ളുന്ന കപ്പാസിറ്റി. ആ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവാണ് 504 ലിറ്റർ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ആർ 90 സെന്റിമീറ്റേഴ്സ് ആൻഡ് 40 സെന്റിമീറ്റേഴ്സ്. ഇറ്റ് കണ്ടെയ്ൻ 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ലെവൽ? ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും 90 സെന്റിമീറ്ററിനും 40 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവ്. ദെൻ അങ്ങനെയാണെങ്കിൽ ആ റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഹൈറ്റ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ കപ്പാസിറ്റി ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് എന്ന് പറയുന്നത്
180 ലിറ്ററാണ്. അപ്പം നമ്മൾ ലിറ്ററിനെ എന്ത് ചെയ്യണം? നമ്മൾ പ്രോബ്ലം എല്ലാം സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 180 ലിറ്ററിനെ കൂടി നമ്മൾ എന്താക്കണം? സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റാനായിട്ട് 180യെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 180 ഇൻറ്റു 1000 ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ 3 സീറോയും കൂടെ അതിൻ്റെ കൂടെ അഡീഷണൽ കൊടുത്താൽ മതി. അപ്പം 1s 10s 100 1000 10,000 ലൈക്ക് 1,80,000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് വരും. ഇനി നോക്കുക, ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താ? വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1,80,000 ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാണ്? 90 ഇൻറ്റു 40. അപ്പോൾ അത് ഈ സീറോസ് തമ്മിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ ഒരു സീറോയും കട്ട് ചെയ്തു. ബാക്കി റിമൈനിങ് എത്ര വന്നു? 1800 ബൈ 9 ഇൻറ്റു 4 വന്നു. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പം? കട്ട് ചെയ്യാൻ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. 9 ടേബിൾ ചൊല്ലി കട്ട് ചെയ്യാം. 9 1s are 9 വരും, 9 2s are 18 വരും. അപ്പോൾ ബാക്കി ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? 200 ബൈ 4 എന്ന് വരുന്നുണ്ട്. ഇനി ഈ 4ഉം 2ഉം കൂടി നമുക്ക് വേണേൽ കട്ട് ചെയ്യാം. 4ന്റെ ടേബിളിൽ 2ന്റെ ടേബിളിൽ കട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഹാഫ് ആക്കി എഴുതിയാൽ എന്ത് വരും? 100 ബൈ 2 എന്ന് എഴുതാം. വീണ്ടും ഹാഫ് ആക്കിയ 50 എന്തായാലും നമുക്ക് സെൻറ്റിമീറ്ററിലാണ് എഴുതുന്നത്. ഫുള്ള് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രോബ്ലത്തിലെ ആൻസർ നമ്മൾ സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 50 സെൻറ്റിമീറ്റർ.